Hi, Ma. Hi, good morning. Good morning. കേട്ടോ ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആയി പോയില്ലേ? അതെന്താ അറിയോ, ഇന്നൊരു പായസം വെച്ചാലോ എന്നൊരു തോന്നൽ എനിക്ക്. അപ്പൊ ഇവ പുറത്തു പോയപ്പോ ഞാൻ എന്തായാലും ഇനിയിപ്പോ ഷൂട്ടൊന്നും ചെയ്യണ്ട, ഒരു പായസം അല്ല വെക്കാന്ന് പറഞ്ഞ് ഞാനിതിന് പായസത്തിന്റെ പകുതി പണിയൊക്കെ ചെയ്തു. അപ്പോഴാണ് വരുന്നത്. അപ്പൊ ഞാൻ അയ്യോ എന്താ പിന്നെ ഇതൊന്നും പിടിക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കാണിക്കാം. അതൊരു സമാധാനമല്ലേ എനിക്ക്. ഇത് ആദ്യത്തെ വട്ടം മാത്രല്ല, പല വട്ടം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതെന്താ പറഞ്ഞ അമ്മ നേരത്തെ പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താ അറിയോ, എന്താ ആദ്യം ഈ സേമിയ ഞാൻ വർമിസെല്ലി, സേമിയ എന്ന് പറഞ്ഞാൽ വർമിസെല്ലി പായസത്തിന് എടുക്കണ അത് ഞാൻ നെയ്യിലൊന്ന് വറുത്തു. നന്നായി ഒരു ബ്രൗൺ നിറം വരുന്ന വരെ വറുത്തു. എന്നിട്ട് ഈ പാത്രത്തിന് കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് തിളക്കുന്ന വെള്ളത്തിലേക്ക് വർമിസെല്ലി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് 1-2 തള വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഇട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ബദാം മിക്സ് ഇട്ട് കൊടുത്തു. അതായത് ബദാം പൊടിച്ചതും കുറച്ച് പാൽപ്പൊടി കൂടിയുള്ളത് അതിന്റെ മിക്സ് ആണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കി വെച്ചാണ് പായസത്തിന് വേണ്ടിയിട്ട്. ബദാമും അണ്ടിപ്പരിപ്പും പിസ്തി പിന്നെ കുറച്ച് എന്താ പറയുക അത് പാൽപ്പൊടി മിക്സ് ചെയ്ത് വെച്ചത്, പാൽപ്പൊടി ഇല്ലേ നമ്മുടെ മിൽക്ക് പൗഡർ, അത് കുറച്ച് ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് ഇത്രയും കൂടി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിലിട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തിട്ട് തിളക്കണം. അത്ര ഇത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണത ആയില്ല, ഒരു അപൂർണതയും കൊണ്ട് പൂർണ്ണത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ മനസ്സിലാവുമല്ലോ. ആദ്യം വർമിസെല്ലി നെയ്യിൽ വറുത്തു. അത് വറുത്തതിന് ശേഷം ഒരു പാത്രത്തില് അതിൽ നമുക്ക് എത്ര വർമിസെല്ലിന് അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെച്ചു. വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ ഈ വർമിസെല്ലി വറുത്തതായി ഇട്ട് കൊടുത്തു. അതൊരു 5 മിനിറ്റ് തിളയ്ക്കുന്ന സമയത്ത് പഞ്ചസാര ഇട്ടു. ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പാൽപ്പൊടി കൂടിയിട്ട് മിക്സ്. ഇപ്പൊ അമ്മ എന്നെ വിളിച്ചത് ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇളക്കല് കാണിച്ചു കൊടുക്കാനാ? അല്ല, കുറച്ചുകൂടി അങ്ങനെ പറയും. ഞാൻ വിചാരിച്ചത് നമ്മടൊപ്പം ഞാനും കൂടി എന്റെ മോനെ ഇതിപ്പോ ഇങ്ങനെ പാകായില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് പാല്, പാൽപ്പൊടി ആൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് എത്ര ആവശ്യത്തിന് പാല് വേണം അത്ര പാല് കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുക. കണ്ടു, ഇത്ര മതി. അല്ല, ഇതിപ്പോ ഒന്നും ചെയ്യാണ്ട് അമ്മ ഇത് മാത്രം പറയും, ഈ പായസം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെന്നോട് പറയും, മോനെ അമ്മയോ അങ്ങനെ ചെയ്തു, നിനക്കേനും പറയാറുന്നില്ല, ഉണ്ടാക്കി കഴിഞ്ഞ പായസത്തിനെ കാണിക്കേണ്ട ആവശ്യമില്ല. അതല്ല ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. പായസം വെച്ച അമ്മയ്ക്ക് ഈ പായസത്തിനെ പറ്റി എന്തായാലും ഒരു പ്രത്യേകത പറഞ്ഞു തരേണ്ടി വരും അമ്മ എനിക്ക്. എല്ലാത്തിനെ പറ്റി ഒരു പ്രത്യേകത ഞാൻ ചോദിക്കും. നമ്മള് ഓണക്കല്ലേ, അപ്പൊ ഇവിടെ പായസം വലിയ ഇഷ്ടമൊന്നുമല്ല, ഈ സേമിയ മാത്രം എനിക്ക് ഇഷ്ടമാണ്. അല്ല, ആരാ പറഞ്ഞു ഇന്ന് ഓണാണെന്ന്? ഓണൊക്കെ വരുമ്പോ നമുക്ക് പായസങ്ങൾ വെക്കണ്ടേ. അപ്പൊ ഇപ്പൊ വെച്ച് തുടങ്ങുകയാണോ? അത് നല്ല കാര്യമാണ്. എന്തായാലും ചിങ്ങപ്പുലിന്റെ 2ാം ദിവസമല്ലേ, അപ്പൊ എന്തായാലും നമുക്ക് ഒരു മധുരമൊക്കെ തിന്നണം തോന്നുന്നു. 2ാം ദിവസമാണോ 3ാം ദിവസമാണോ? 3ാം ദിവസം. അപ്പൊ എന്തായാലും ഒരു മധുരമൊക്കെ കഴിക്കണം തോന്നില്ലേ, ചിങ്ങിയൊക്കെ അല്ലേ. അതെ. അപ്പൊ ഞാൻ ചോദിക്കണത്, ഈ ഓണത്തിന്റെ സമയത്ത് പായസം ഉണ്ടാക്കും, പിന്നെയോ? പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസം വരുമ്പോ ഉണ്ടാക്കും. പക്ഷെ പൊതുവെ നമ്മൾ ഉണ്ടാക്കാത്തത് എന്താ അറിയോ, പായസം വെച്ചിട്ട് ഈ പായസത്തിനും വിശേഷത്തിനും വല്ല ബന്ധമുണ്ടമ്മ? പിന്നെ ആണോ? നല്ല മധുരം കഴിക്കുമ്പോ ഏറ്റവും നല്ല ദിവസങ്ങളിലൊക്കെ പായസം വെക്കും. ഏറ്റവും നല്ല ദിവസങ്ങളിൽ മാത്രമാണോ പായസം വെക്കുക? കണ്ടോ, ഇതിപ്പോ കണ്ടോ, ഈ പാലൊഴിച്ച് ഒന്ന് തിളച്ചാൽ മതി, ഒരുപാട് തിളക്കണ്ട. അപ്പൊ ഈ പാലിന്റെ ഇതിങ്ങനെ ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും. അല്ല, ഞാനൊരു കാര്യം എൻ്റെ ഇടയ്ക്ക് പായസത്തിനെ പറ്റി എനിക്ക് വിശദീകരണമായിട്ട് അമ്മ അടുത്ത് ചോദിക്കുന്നത്, വിശദമായിട്ട് ചോദിക്കാറുണ്ട്. അമ്മ യഥാർത്ഥത്തിൽ നല്ല ദിവസം മാത്രമാണോ പായസം ഉണ്ടാക്കുന്നത്? അല്ലാതെ ഏത് ദിവസമാണ് അത് ഉണ്ടാക്കുക? അത് നല്ല ദിവസമല്ലേ? അല്ലാതെ ഒരു ദിവസം നമ്മൾ പിറന്നാൾ വരണോ അമ്മ? അയ്യേ, അപ്പൊ അത് മോശപ്പെട്ട ദിവസമാണോ? അപ്പൊ എന്റെ ഒക്കെ പിറന്നാൾ ദിവസമാണോ മോശപ്പെട്ട ദിവസം? അമ്മ ഞാൻ ചോദിച്ചത്, അരിപ്പായസം, അരി എന്താ പറയാ, കടും പായസം. ആ കടും പായസം എനിക്ക് അത്ര നന്നായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പൊ എന്നും ഞാൻ കടും പായസത്തിന് അമ്പലത്തിൽ കൊടുത്തിട്ട് മേടിക്കാറുണ്ട്. അത് ഏറ്റവും ടേസ്റ്റാണ്. അത് നല്ലതല്ലേ?
അപ്പൊ കടും പായസം അങ്ങനെ ചെയ്യും. പിന്നെ പാലട പ്രഥമനൊക്കെ പൊതുവെ മേടിക്കുകയാണ്. എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാലും എന്തോ അതുപോലെ ഇങ്ങനെ വരില്ല. അമ്മ അമ്പലത്തിൽ കിട്ടുന്ന പായസം, പൂജ ചെയ്ത് കൊണ്ടുവരുന്ന പായസം ശുഭം. നമ്മുടെ പിറന്നാളിന് വെക്കുന്ന പായസം ശുഭം. വിഷുവിന് ഓണത്തിന് ഒക്കെ വെക്കുന്ന ഫെസ്റ്റിവൽസിന് വെക്കുന്ന പായസമൊക്കെ ശുഭം. അതുപോലെ തന്നെ മനുഷ്യൻ ടിക്കറ്റ് എടുത്ത് യാത്ര ആയി കഴിഞ്ഞാൽ വീട്ടിലൊരു പായസം വെക്കും. അത് പ്രഥമനാണ് വെക്കുക. അതെന്താ പ്രഥമൻ പോയി എന്ന് പറഞ്ഞിട്ടാ? അങ്ങനെ അല്ല, ഞാൻ ഉദ്ദേശിച്ച അടിയന്തരത്തിനാണ് പ്രഥമന വെക്കുക. ആ അപ്പൊ എന്താ അറിയോ, അതല്ല ഈ പായസത്തിനെ പറ്റി പറയുമ്പോ എല്ലാം പറയണം. എന്താ അറിയാമ, വീട്ടില് അത് ആരായാലും കേട്ടോ, ഒരു വിലയില്ലാത്തവനായാലും പോയി കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് അവൻ പ്രഥമനാണ്. അപ്പൊ പ്രഥമം വെക്കണം പറയും കേട്ടോ. ചിലപ്പോ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഒരു ദരിദ്രവാസിയായിരിക്കും, വീട്ടിന് സ്വയം കൊടുക്കാത്തൊരു മനുഷ്യനൊക്കെ ആയിരിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അവനൊരു പ്രഥമ സ്ഥാനം കൊടുക്കും. കാരണം എന്താ പറയുക, ആ ചടങ്ങ് കഴിയുന്നവരെ അവനാണ് അവിടുത്തെ പ്രധാനി. അത് കാരണം കൊണ്ട് പ്രഥമം വെക്കാൻ പറയാം. മനസ്സിലായില്ലേ അപ്പൊ അമ്മയ്ക്ക്? അപ്പോ ഈ ചില കാര്യങ്ങള് ചില സന്ദർഭങ്ങൾക്ക് മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങൾക്കും ഉപയോഗിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. പണ്ടൊരു കാലത്ത്, എന്തിനിപ്പോ ഒരു 20 കൊല്ലം മുമ്പ് തന്നെ നമുക്ക് പണ്ട് എന്ന് പറയാറായി. കാരണം 20 കൊല്ലം മുമ്പുള്ള ആൾക്കാരുടെ മൈൻഡ് ചേഞ്ച് ആയി പോയി. മനസ്സിലായില്ലേ? അത് എങ്ങനെയാണെന്നും കൂടി അമ്മ ചോദിക്കണം. എങ്ങനെ മൈൻഡ് ചേഞ്ച് ആയി? ഇപ്പൊ അമ്മ കല്യാണത്തിന്റെ പായസം അതെന്തായാലും കിട്ടും, സന്തോഷമായിട്ട് കുടിക്കും. പിറന്നാളിന്റെ പായസം അത് എന്തെന്നെ കൊടുത്താലും അവർ ചോദിക്കും പായസം ഉണ്ടോയെന്ന്. അതൊക്കെ സന്തോഷം കൊണ്ട് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പറയണത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു അടിയന്തരത്തിന് പോവാന്നുള്ളത് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ആണോ അല്ലേ? അപ്പോൾ മനോവിഷമം ഉണ്ടാക്കുക, അതിൻ്റെ ഒരു പായസം കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ വീട്ടുകാരൻ്റെ മുഖത്തൊന്ന് നോക്കുമ്പോൾ 16-ാം ദിവസമോ ഒക്കെ ആകുമ്പോൾ മുഖത്തൊന്ന് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കഴിക്കുക? നമ്മളിത് പൊട്ടക്കാരിയായിട്ടല്ല പറയണത്, ഒരു ചിന്തനയാണ്. മനുഷ്യൻ്റെ ചിന്ത എവിടേക്ക് എത്തി, എത്രത്തോളം എത്തി എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ചിന്തനയിൽ നമുക്ക് ചിരിക്കാനുണ്ട്, നമുക്ക് ചിന്തിക്കാനുണ്ട്. എളുപ്പത്തിൽ അപ്പോൾ നമ്മളൊക്കെ ഒരു കാലഘട്ടത്ത് അമ്മയൊക്കെ പറയടാ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പോയിട്ട് വന്ന് പറഞ്ഞ് ഞാൻ പറയും മിക്കവാറും അമ്മ എന്നെ കൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ, ഇനി എന്തെന്നെ ഉണ്ടെങ്കിലും ഞാൻ പോവില്ല, എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അത് ഇന്നും ഞാൻ പോകാറില്ല. ഒരു വിധം എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ പോവില്ല. പിന്നെ പോകണമെന്ന് നിർബന്ധമുള്ളവിടെ ആട്ടി ഓടിക്കുമ്പോഴാണ് ഞാൻ പോകാറില്ല. കാരണം വേറെ ഒന്നുമല്ല, ഒരു വീട് മുഴുവൻ ദുഃഖത്തിലുള്ളപ്പോൾ നമ്മളവിടെ പോയിട്ട് എത്ര നല്ല മുഷ്ടാന ഭോജനമാണ് അത് കഴിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം ആ വീട്ടിലെ വേണ്ടപ്പെട്ട ആളായിരിക്കും പോയിട്ടുണ്ടാവുക. അമ്മ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തര വീട്ടുകൾ പ്രഥമൻ അല്ലേ, അത് ഇനി പ്രഥമൻ അല്ലെങ്കിലും ഒന്നിനും കൊള്ളാത്തവനായാലും ലോൺ എടുത്ത് കടം വന്ന് ചത്തുപോയിട്ടെങ്കിലും അവൻ പ്രധാനിയാണ് ആ സമയത്ത്. അപ്പോൾ ആ ഒരു വ്യക്തി പ്രധാനിയായതുകൊണ്ട് ആ പായസത്തിലെ ഇങ്ങനെ ഒരു പ്രഥമ ഉണ്ടാവട്ടെ വന്നൊരു പ്രഥമ ഉണ്ടാക്കും. അപ്പോൾ അന്നൊക്കെ സാധാരണ ഇങ്ങനത്തെ വീടുകളിലൊക്കെ പോകുമ്പോൾ ഒരു വെള്ളത്തോർത്ത് ഇങ്ങനെ ഉണ്ടാവും. അത് അടയാളമാണ് കേട്ടോ, ഇന്ന വീട്ടിൽ ഇന്നതാണ്. എന്താണെന്നറിയില്ല, ഉപയോഗിക്കാത്തൊരു വെള്ളത്തോർത്ത് തോളിൻ്റെ മുകളിൽ ഇട്ടിട്ടൊരു കാരണവർ അവിടെ നിൽക്കുന്നുണ്ടാവും. അത് കണ്ടിട്ടോ താഴെ വേറെ ഉള്ള ആൾക്കാർ മുഴുവൻ ഒരു വെള്ളത്തോർത്തിട്ട് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ വരുന്ന ആൾക്കാരോട് ഇത് അങ്ങനെയൊന്നും ചിരിക്കില്ല, അമ്മ ചിരിക്കും പോലെ ഒരു ചെറിയ രീതിയിലാണ് വരൂ കേട്ടോ ഇരിക്കും കേട്ടോ എന്ന് പറയും. ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടാവും. ഞാൻ 1-2 സ്ഥലത്ത് പോയിട്ട് എനിക്ക് സുഖമില്ലാണ്ടും കൂടി ആയിട്ട്, കാരണം എന്താ പറഞ്ഞാൽ ഒരു ഫോട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ ഫോട്ടോയിൽ പൂവൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ ഇങ്ങനെ ഇടുന്നുണ്ടാവും. ഇപ്പുറത്തിരുന്നിട്ട് അടിയന്തര ചോറ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചോറിനൊക്കെ രുചി ഉണ്ടാവും. വായൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്തോ ഒരു സങ്കടം. ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്ത് ഒരു അമ്മയോ ഒരു ഭാര്യയോ ആരെങ്കിലും നിന്നിട്ട് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് ചോറുണ്ണാൻ പറ്റാണ്ട് കരയുണ്ടാവും. ഇത് കണ്ട് ഈ നമ്മളിങ്ങനെ ഇലയിലിങ്ങനെ കുഴച്ച് ഉണ്ണാന്ന് പറഞ്ഞ് എനിക്ക് പറ്റാത്തൊരു സംഭവമായിരുന്നു. അതിപ്പോൾ എന്തായി മാറി ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ. അതാണ് പറയണത്, കാലത്തിനനുസരിച്ച് കോലവും മാറിക്കൊണ്ടിരിക്കുകയാണ് പറയും പോലെ. ഇപ്പം അമ്മയാവട്ടെ, ഭർത്താവാവട്ടെ, ഭാര്യയാവട്ടെ, എന്തെന്നെ പോയാലും അവർ അന്നത്തെ ദിവസം പ്രഥമനാണ്. കാരണം എന്താ അറിയോ, ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആഘോഷമാണ്. ഇപ്പോൾ 16-ാം ദിവസം തന്നെ ആയിക്കോട്ടെ കേട്ടോ, ആ ഒരു ദിവസം വീട്ടുകാരനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നറിയോ, ഈ വീട്ടിൽ മരണമല്ല സംഭവിച്ചെടുക്കുന്നത്, മൂപ്പൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് തോന്നിപ്പോകും. കാരണം എന്താ പറഞ്ഞാൽ ഫുള്ള് വീഡിയോ കവറേജിനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. കയ്യിലുള്ള മൊബൈലുകളിലൊക്കെ ഓരോരുത്തർ സെൽഫി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ജുബ്ബ ഇട്ടുണ്ടാവും, കോട്ട് ഇട്ടുണ്ടാവും, പുതിയ ഡ്രസ്സുകൾ ഇട്ടുണ്ടാവും. ആൾക്കാരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് അയ്യോ വരൂ എന്നിട്ട് അപ്പുറത്തെ കെട്ടിപ്പിടിക്കണം. ഭയങ്കര സങ്കടം തോന്നും, അതിൻ്റെ ഒപ്പം ചിരിയും തോന്നും. ഇത്രയുള്ള മരിച്ച മനുഷ്യനുള്ള വില എന്നുള്ളത് അത്രത്തോളം ആയിപ്പോയി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ദുഃഖത്തോടു കൂടി നിന്നിട്ട് ആ വരൂ എന്നൊന്നും പറയില്ല, വന്ന ഒരു ഭക്ഷണം കഴിക്കും, അതിന് വിളമ്പാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരവിടെ വെച്ചിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെയൊന്നുമല്ല,
സ്വന്തം മക്കളാണെങ്കിലും സ്വന്തം വീട്ടിൽ ആരായാലും അവർ പോയിട്ട് കൈയും പിടിച്ച് കൊണ്ടുവന്ന് അവനോട് ഇരുത്തിയിട്ട് അവരുടെ കുശലൊക്കെ പറഞ്ഞ് സന്തോഷം ഇത് കഴിഞ്ഞാൽ മറ്റത് കൂടെ ഉണ്ട് കേട്ടോ. അതപ്പോൾ ഇതിന് മുമ്പ് കഴിക്കുന്നവർക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ ആ പരിപാടി വേറെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് സെൽഫിയൊക്കെ പിടിച്ച് ഓരോരുത്തരും പുതു വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ അവർക്ക് വേണ്ടപ്പെട്ടവരാണ് മരിച്ചു പോയിരിക്കുന്നത് ഒരു തോന്നലേ ഉണ്ടാവില്ല. സംഭവം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, മരിച്ചവരോ പോയി, നിങ്ങൾ എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത്, സന്തോഷം അതല്ല കേട്ടോ. ഈ 16 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും മറക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ മരിച്ചവർ നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ജീവിതത്തിലോ എവിടെ ഒരു പങ്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ അറിയോ, നമ്മുടെ വീട്ടുകാർ ഈ ചോറ് കൊടുക്കണം എന്തിനറിയോ, ഈ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ, ഒരാൾ ഈ മണ്ണ് വിട്ട് പോകുമ്പോൾ അയാളുടെ ഓർമ്മയിൽ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. ആ ഭക്ഷണം ചിരിച്ച് കടിച്ചുകൊണ്ട് സന്തോഷമായിട്ട് കൊടുക്കുമ്പോൾ അന്നൊരു ദിവസം മറ്റേ ആത്മാവിനെ മറ്റേ ആ സ്ഥലത്തേക്ക് വിട്ട എൻ്റെ അമ്മ ഈ കുടുംബത്തിൽ ഞാൻ ജനിക്കില്ല എന്ന് ഓട്ടത്തോടൊട്ടായിരിക്കും കേട്ടോ, ഉറപ്പാണ്. കാരണം ആലോചിക്കില്ലേ, 20 വർഷം 30 വർഷം 50 വർഷം 60 വർഷം 70 വർഷം ഭൂമിയിൽ ജീവിച്ചു പോയ ആളിനെ 16 ദിവസം മറന്നിട്ട് വീട്ടിലുള്ള മുഴുവൻ കുത്തി മറന്നിട്ട് സെൽഫിയൊക്കെ പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കോരി തിന്ന് വലിയൊരു ആഘോഷമാക്കുമ്പോൾ സത്യം പറ, ഏതെങ്കിലും ആത്മാവ് ഇത് കണ്ട് എൻ്റെ പേരിൽ ചെയ്യേണ്ടല്ലോ എനിക്ക് സന്തോഷമായി എന്ന് പറയൂ? ഇല്ല. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കഴിഞ്ഞ പായസത്തിൻ്റെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പായസം എന്നുള്ളത് യഥാർത്ഥത്തിൽ സന്തോഷത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കും, ദുഃഖത്തിലും ചില സമയത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കും. ചില സമയങ്ങളിൽ ദുഃഖത്തിൽ നല്ല പായസമായിരിക്കും, അതും ഞാൻ പറയാം കേട്ടോ. ആ പായസം ഇങ്ങനെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പായസമായിരുന്നു. ഏതോ ഒരു വീട്ടിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ആ അരിപ്പായസമില്ലേ, അടപ്രഥമൻ, ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടപ്രഥമൻ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത്രയും ഒന്ന് ഇറങ്ങാൻ അത്രയും ബുദ്ധിമുട്ടാണല്ലോ. അതൊന്നും ഇറക്കിയിട്ടൊക്കെ വേണമല്ലോ, മറ്റേ ജ്യൂസ് കുടിക്കുമ്പോഴൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ല ചൂടോട് കൂടി അതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനത്തെ സംഭവത്തിന് പോകാറില്ല അമ്മ, ആ വീട്ടിലെ ദുഃഖങ്ങൾ എനിക്ക് കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് പൊക്കോട്ടോ, അച്ഛനും കൂടി ഇല്ലാത്തതാണ്, അപ്പോൾ നീ പോയിട്ട് വന്നു, അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കാമെന്നൊന്നും അമ്മ ചിന്തിച്ചില്ല. ഞാനവിടെ പോയി അമ്മ ഈ പറഞ്ഞ അടപ്രഥമൻ തന്നു. അതിനെങ്ങനെ കഴിക്കാൻ എങ്ങനെ തോന്നും? ആ വീട്ടിൽ അപ്പുറത്ത് നിൽക്കണ ആ വീട്ടുകാർ മുഴുവനും ദുഃഖത്തിൽ നിൽക്കുക. അപ്പോൾ എന്നാൽ ദുഃഖത്തിൽ നിൽക്കുകയാണെങ്കിൽ അവരവൻ്റെ റൂമിനുള്ളിൽ പോയിട്ട് എങ്ങനെ ഇരുന്നോ? ഇല്ല, അവരെല്ലാവരും ഉമ്മർത്തന്നെ നിൽക്കണം. ആ ഉമ്മർത്ത് നിൽക്കണം ഞാൻ ഈ മരിച്ചുപോയ ആളിനെ അറിയാം, അപ്പുറത്ത് നിൽക്കണ ആളിനെ അറിയാം. എങ്ങനെ ഞാൻ ഈ അടപ്രഥമം ആസ്വദിച്ച് കഴിക്കാൻ പറ്റും? അങ്ങനെ പായസം സന്തോഷം കഴിക്കണത് ഒന്ന് പിറന്നാൾ ദിവസമൊക്കെ വിളിച്ചിട്ടാ ഒരു ഗ്ലാസ്സും കൂടി കൊണ്ടുപോയോ, അല്ലെങ്കിൽ ചേച്ചി ഒരു ഇത്രയും കൂടി തന്ന ഒരു മുന്തര തന്നാലും കുഴപ്പമില്ല ഞാൻ കഴിച്ചോലാന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് കഴിക്കുന്നത് പായസം തന്നെയാണ്. ദുഃഖത്തിൽ എങ്ങനെ അത് കഴിക്കാമെന്ന് പറഞ്ഞത് പായസം തന്നെ ആയിരുന്നു. ഇപ്പം എന്തായെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ന്യൂ ജനറേഷൻകാർ പുതിയൊരു ട്രെൻഡ് കണ്ടുപിടിച്ചത് കൊണ്ട് ഇപ്പം ശരിക്കും പറയണേ കല്യാണത്തിൻ്റെ റിസപ്ഷനൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് അടിയന്തര പായസം എന്നൊക്കെ പറയും. ഇപ്പോൾ അടിയന്തര പായസം എന്നൊക്കെ ബഫേ സിസ്റ്റമൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിശയമായിട്ട് കാണാൻ പറ്റുന്ന അതിശയ ജീവികളുടെ ആരറിയോ? അമ്മ സ്പേസിൽ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അമ്മ കണ്ടിട്ടില്ല, എന്നാൽ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. ഈ സ്പേസിനുള്ളിൽ ഇങ്ങനെ പറന്ന് നിലത്ത് കാല് തൊടാൻ പറ്റാണ്ട് ഇങ്ങനെ പറക്കുണ്ടാവില്ലേ? അതുപോലെയാണ് ഇപ്പോൾ ഒരു അച്ഛൻ മരണപ്പെട്ട വീടോ അമ്മ മരണപ്പെട്ട വീട്ടിലൊക്കെ മക്കളും മരുമക്കളെ കൂടി നിലം തൊടാൻ പറ്റാണ്ട് പറക്കുക എന്ന് പറയില്ലേ, അങ്ങനെ പറന്നുകൊണ്ടുണ്ടാവും. അപ്പോൾ അയൽപ്പക്കത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് അടിപൊളി ആയിട്ടാ, എന്താണ്ടാ നിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മറ്റേ ബാബുവിൻ്റെ അച്ഛൻ മരിച്ചില്ലേ, അപ്പോഴൊന്നും ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവർ മനസ്സിൽ പറയും അത് പച്ച മനുഷ്യരല്ലേ, നീ നോക്ക് ഇനി ആരെങ്കിലും മരിക്കട്ടെ ഇതിനേക്കാണ് സൂപ്പറായിട്ടുണ്ടാവുന്ന ആ ഒരു ഗതിയിലേക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പോയിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഞാനും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ പോയിട്ട് ഒരു ദുഃഖം ഇല്ലാണ്ട് കഴിച്ചിട്ട് വരും. ഇപ്പം അമ്മ ഒരു അടിയന്തര വീട്ടിലേക്ക് പോയിട്ട് വന്ന് സുഖമായിട്ട് പോയിട്ട് വരാം. കാരണം എന്താ പറയുക, അവർ ഞങ്ങളെയും പിടിച്ചൊരു സെൽഫി എടുക്കും എന്ന് വെച്ചാൽ ആ വീട്ടിൽ 16 ദിവസം ഒരാടെ പോയിട്ടായിട്ടുള്ളൂ നമുക്ക് തോന്നുക പോലും ഇല്ല അമ്മ. അപ്പോൾ അത്രത്തോടെ ന്യൂ ജനറേഷനിലേക്ക് നമ്മൾ പോകാൻ പാടുമോ? അത്രത്തോടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ എടുത്ത് കളയാൻ പാടും. എന്നെപ്പോലെയുള്ള പോണ ആൾക്കാർ കഴിക്കാൻ വേണ്ടി മാത്രം പോണവരാണ്, അവരെ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ വിചാരിക്കുക. ഒരുമിച്ച് ജീവിച്ച് വളർന്ന് ഒരു വീട്ടിൽ എല്ലാം സന്തോഷമായി കഴിഞ്ഞ ആൾക്കാർക്ക് അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ മനുഷ്യനോട് അല്ലെങ്കിൽ എന്താണ് മനുഷ്യബന്ധത്തിനോട് മനുഷ്യന്മാർ കൽപ്പിക്കുന്നൊരു വില എന്നൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ? അപ്പം അമ്മ ആലോചിക്കണം എന്താ അറിയോ, എവിടുന്നാടാ അതൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത് എന്നല്ലേ ഒരു പായസത്തിന്. അപ്പോൾ ഈ പായസം എന്ന് പറയണത് കല്യാണത്തിന് സന്തോഷമായ പായസവും. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം,
ഈ കല്യാണത്തിൻ്റെ പായസം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി കല്യാണത്തിൻ്റെ പായസം കഴിക്കുമ്പോൾ ഈ പായസത്തിൽ മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ പല രീതിയിലുള്ളതാണ്. ഇതൊക്കെ എത്ര രീതിയിലുള്ളതാണ്, ഇതിൻ്റെയൊക്കെ ചേരുവകളൊക്കെ ചേർന്നിട്ടാണ് നല്ലൊരു രുചിയുള്ള പായസം ഉണ്ടാവുമെന്ന് പറയും പോലെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ആ ചേരുവകളൊക്കെ ചിലപ്പോൾ ഇഷ്ടമില്ലാത്തൊക്കെ ചേരും അതിനുള്ളിൽ. ചില പായസത്തിലെല്ലാം എല്ലാവരും കഴിച്ചോളണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാം മിക്സായിട്ടുള്ള ഒരു സദ്യ പോലെ, അതിൻ്റെ ഒപ്പം ഒരു പായസം പോലെയാണ് ജീവിതം. അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. പായസം പോലെ സ്വീറ്റായിരിക്കും, അല്ലെങ്കിൽ അവയിൽ പോലെ മിക്സ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കല്യാണം അതുപോലെ പിറന്നാളിൻ്റെ പായസമാണെങ്കിൽ സന്തോഷമായിട്ട് ഇനിയും ആയുസ്സും ആരോഗ്യം ഉണ്ടായിട്ടുള്ള ആൾക്കാർ അനുഗ്രഹിച്ചിട്ട് കിട്ടുന്നതാണ് പിറന്നാൾ. അതുപോലെ തന്നെ അടിയന്തരത്തിൻ്റെ പായസമാണെങ്കിൽ മരിച്ചു പോയതിൻ്റെ ഓർമ്മയിൽ നാട്ടുകാർക്ക് ഒരു സ്വീറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ മരിച്ചു പോയത് നന്നായി എന്ന് പറഞ്ഞൊരു സ്വീറ്റ്സ് കൊടുക്കുന്നത് അല്ലാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ നല്ലതിനും പൊട്ടയിനും ഇന്ന് പായസമുണ്ട്. അപ്പോൾ സ്വീറ്റ്സ് 2 രീതിയിൽ കഴിക്കുക. ദുഃഖമുള്ളപ്പോഴും ഒരുപാട് സന്തോഷമുള്ളപ്പോഴും ഒക്കെ കഴിക്കാനുള്ളതാണ് പായസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് തോന്നുന്നതോ? അയ്യോ. അപ്പൊ ഇതാ ഇന്നിപ്പോ ഞാൻ പായസം വെച്ചതിന്റെ പിന്നെ ഉപന്യാസം കേട്ടില്ലേ? ഇതവിടെ പിന്നെ സേമിയ പായസം ഇത്തിരിയൊക്കെ കുടിക്കും. അപ്പൊ ഞാനേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് കാണിച്ചു തരണം. കുറെ ദിവസമായി അമ്മ കാണിച്ചു തരാറില്ല. ടേസ്റ്റ് ഇല്ല എന്ന് പറയില്ലേ? അമ്മ കയ്യിലും കൊണ്ടല്ല ടേസ്റ്റ് ചെയ്യട്ടെ, സ്പൂൺ കൊണ്ട് തന്നെ ചെയ്യാം. ഓ എന്താ പിന്നെ നോക്കട്ടെ, ചൂടുണ്ട്. കഷ്ടപ്പെട്ടെ, നല്ല ചൂട്. ഇതെന്താ പായസത്തിന്റെ പരസ്യോ? അപ്പൊ ഇതാണ് പായസം. അയ്യോ നല്ല ചൂട്. എങ്ങനെയുണ്ട്? ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അങ്ങനെ പറയണോ? അല്ല, അത് കാണുമ്പോൾ തന്നെ പായസം നന്നായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളി. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം നിറഞ്ഞ പായസം കഴിക്കേണ്ട സന്തോഷമുള്ള ദിവസമാവട്ടെ എന്ന് നിങ്ങൾ വരികയാണെങ്കിൽ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള പായസം നിങ്ങൾക്ക് തന്നിട്ട് അയക്കുന്നതാണ് പറയണത്. ഭക്ഷണമൊന്നും തരില്ല എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഭക്ഷണവും തരും. ഞാൻ വെറും പരിപ്പും തക്കാളിയും കൂടിയിട്ടൊരു കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, കറിയൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ പരിപ്പും തക്കാളിയും കൂടി വെച്ച്. അപ്പൊ എന്തായാലും പായസം തന്നാൽ നിങ്ങൾ വിഷമം. പായസം എന്ന് പറയുന്നത് മുന്തി നിൽക്കുന്ന ഒരു സാധനമാണ് ജീവിതത്തിൽ. ഏത് സാഹചര്യത്തിലും കുടിക്കാൻ പറ്റുന്ന സംഭവത്തിന്റെ പേരാണ് പായസം, അല്ലേ? അപ്പൊ ഈ പായസം കഴിക്കാൻ വരുന്നു സന്തോഷം നിറഞ്ഞ. ഞാൻ ആദ്യം തൊട്ട് കാണിച്ചില്ലെങ്കിൽ ഇവ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഏതാണ്ട് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും വന്നല്ലോ. അപ്പൊ ഞാൻ ഇത്ര നിങ്ങൾക്ക് ഉണ്ടാക്കി കാണും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു തന്നില്ല, പിണങ്ങണ്ട കേട്ടോ ആരോ. ഈ ചേച്ചി ഒന്നും ആദ്യം തൊട്ട് കാണിച്ചില്ല എന്ന് വിചാരിക്കണ്ട. ഞാൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നുണ്ട്. നിങ്ങളപ്പോൾ ഓണത്തിന് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ സന്തോഷവും സ്നേഹവും നിറഞ്ഞ പായസമാണത്. അതെ. അപ്പോൾ എല്ലാവർക്കും ബൈ.